ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്പു ദേ വാതിൽ തുറന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ബാലനെ കണ്ടപ്പം ബാലൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഓ, എന്താ ബാലേട്ട ഇത്? വളരെ മോശമായി പോയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നേരിട്ട് അങ്ങ് പറയുക. ഇത് കേട്ടപ്പോൾ ബാലൻ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക കേട്ടോ. ഇതെന്തീ പറയണേന്ന് ഓർത്ത്. അപ്പം എന്താ ബാലേട്ട, നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനേ ഇവിടെ ഒന്ന് ഒളിഞ്ഞ് നിൽക്കായിരുന്നു ബാലേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എഴുതാപ്പുറം വായിക്കുക. അയ്യോ, അല്ലപ്പോ ഞാൻ നിന്നോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇനി കിടന്നിടത്ത് ഉരുളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാതിൽ വന്ന് തട്ടി വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ബാലേട്ടാ, ഇനി ചെയ്ത തെറ്റു മറയ്ക്കാൻ വേണ്ടിയിട്ട് ന്യായീകരണങ്ങളൊന്നും എൻ്റെ മുന്നിൽ നിന്ന് പറയണ്ട, അതൊന്നും വിലപ്പോവില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവി ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നു. അയ്യോ അല്ല മോളെ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. ഹരി നിന്നെ തല്ലിയത് കണ്ടപ്പോൾ പരിസരം ഓർക്കാതെ ഞാനും അറിയാതെ ഇവനെ തല്ലിപ്പോയി. അത് പാടില്ലായിരുന്നു. അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയാണ് വന്നത്, അല്ലാതെ ഞാൻ ഒന്നും കേട്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അന്നേരവും വലിയ ഇതായിട്ട് ഇങ്ങനെ പറയും. ഇത് കേട്ട് ദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അതിന് മാപ്പ് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഏട്ടൻ വാതിൽ തട്ടാൻ ആഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കേട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അപ്പം തട്ടി വിളിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ ഓരോന്ന് പറഞ്ഞപ്പോൾ മോള് വാതിൽ തുറന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ വേണ്ട ബാലേട്ടാ, വേണ്ട, എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ആൾ കളിക്കുന്നു അവിടെ കിടന്ന്. ഇനി വീണെടുത്ത് കിടന്ന് ഉരുളാനൊന്നും നിൽക്കണ്ട, കൂടുതലേ ചെളി പറ്റത്തേ ഉള്ളൂ, കേട്ടല്ലോ. അതും പറഞ്ഞു അപ്പു ഇങ്ങനെ വലിയ ഷോ ഇറക്കണം. ബാലൻ അതൊക്കെ കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് ചെന്നു. ദേവി അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്താ അപ്പു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ബാലേട്ടൻ പറഞ്ഞത് വേണ്ട ദേവടുത്തി, ഇനി ബാലേട്ടന് വക്കാലത്ത് പറയാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ നീ എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ ദേവി വേണ്ട, അപ്പുവിനോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ബാലനും. ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലല്ല അപ്പു ഉള്ളത്, അതുകൊണ്ട് നീയായിട്ട് ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പുവിനാണല്ലോ ഒന്നും മനസ്സിലാവില്ലാത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. അപ്പുവിന് വേണ്ടി ഹരി ഇവരോട് ക്ഷമ ചോദിക്കുന്നത് പോലെ സംസാരിച്ചു. ചെല്ല് ഹരി എന്നും പറഞ്ഞ് ഹരി അകത്തേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ഇനിയൊന്നും അവളോട് സംസാരിക്കണ്ട, ഏട്ടൻ പോയി കിടക്കാൻ പറഞ്ഞു ഹരി. അങ്ങനെ ബാലനെയും ദേവിയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഹരിയും അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ബാലൻ ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ദേവി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ദേവി കയറി ചെന്ന് ബാലൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് കണ്ണീരോട് കൂടി അങ്ങനെ ഇരിക്കുക കേട്ടോ. കാരണം ഇതൊക്കെ എന്താകുമെന്നുള്ളത് ദേവിക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് കണ്ണനെയാണ്. കണ്ണൻ അവിടെ ഇരുന്ന് ശിവൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഇവനിപ്പോൾ ലോക പര്യടനങ്ങളൊക്കെ നടത്തി മഹത്തായ എന്തോ കാര്യം നടത്താനെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പുവായിട്ട് സംസാരിച്ച കാര്യങ്ങളും ഇതെല്ലാം അവിടെ ഇരുന്ന് നമ്മുടെ കണ്ണൻ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവർക്കും വിഷം കലക്കി തരാൻ ശിവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓർത്ത് നമ്മുടെ കണ്ണൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയണം. അങ്ങനെ കണ്ണൻ്റെ കരച്ചിലും കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവൻ റൂമിലേക്ക് വരുന്നത്. ശിവൻ ഇങ്ങനെ ശിവൻ കയറി വന്നിട്ട് നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശിവന് വാതിൽ തുറന്നു കൊടുത്തിട്ട് ഒന്നും അല്ലാത്ത പോലെ കണ്ണൻ അങ്ങ് മാറി നിന്നു കേട്ടോ. ശരിക്കും നീ ആരാന്ന് ചോദിച്ചു. അന്നേരം എന്നെയും ഹരിയേട്ടനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരുന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പായ കണ്ണൻ തന്നെയാണോ നീ? ആണോന്ന് ചോദിച്ചു. അതോ വേറെ ആരെങ്കിലും ആണോ? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും വലിയേട്ട, ഹരിയേട്ട, ശിവേട്ട എന്നും പറഞ്ഞ് വാവിട്ട് കരഞ്ഞിരുന്ന ഞങ്ങളുടെ കുഞ്ഞനെയും തന്നെയാണോ നീ? പറ. ഈ കുടുംബവും കൂട്ടായ്മയും തകർക്കാൻ പല വഴിയും നോക്കിയിട്ടും പറഞ്ഞയച്ച ജാരനാണോ നീ? അങ്ങനെ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ തന്ന് നിന്നെ പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ശിവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കണ്ണൻ. അങ്ങനെ തമ്പിസാരോ ഭദ്രൻ ചിറ്റപ്പനോ പറഞ്ഞു വിട്ടാൽ അങ്ങനെ വഴങ്ങിക്കൊടുക്കാൻ ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല. പക്ഷെ നീ ഇപ്പം ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് കണ്ണാ തോന്നുന്നതെന്ന് ശിവൻ. നീ ഞങ്ങളുടെ ശത്രുവാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ശിവേട്ടനെ ഹരിയേട്ടനെയൊക്കെ പോലെ തന്നെ എനിക്കും ഒരു സഹായം കിട്ടാനുള്ള വഴി ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എടാ, നീ കരുതുന്നത് പോലെ ഞാൻ തുടങ്ങിയ ഊട്ടുപുരയ്ക്ക് വേണ്ടി ഈ കുടുംബത്തിൻ്റെ വകയിലോ അല്ലെങ്കിൽ വലിയേട്ടൻ്റെ കയ്യിൽ നിന്നോ ചില്ലി കാശ് സഹായം പോലും ഇന്നോളം ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമ്മുടെ ശിവൻ പറയുക. പക്ഷെ നീ പറഞ്ഞതുപോലെ അഞ്ജുവിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഈ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ട് 20 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് സൂസൻ തിരിച്ചു തന്നപ്പോൾ അതുപോലെ തന്നെ വല്യേട്ടനെ ഏൽപ്പിക്കുകയും ചെയ്തെന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നീട് സൂസൻ കാനഡയ്ക്ക് പോയപ്പോൾ ആ കട എനിക്ക് തന്നിട്ട് പോവുകയാണ് ചെയ്തത്.
അതിൻ്റെ പേരിലുള്ള കടം വീട്ടിയതും പിന്നീട് കട പൊളിച്ചു പണിതതും ഇപ്പോഴുള്ള ഊട്ടുപുര ഉണ്ടാക്കിയതും എൻ്റെയും അഞ്ജുവിൻ്റെയും അധ്വാനം കൊണ്ട് തന്നെയാണ്, അല്ലാതെ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. എങ്കിലും നിന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി നീ ആവശ്യപ്പെട്ട തുക ഞാൻ നിനക്ക് സംഘടിപ്പിച്ച് തന്നോളാം. അതിൻ്റെ പേരിൽ ഇനി ഈ കുടുംബത്തിൽ നീ ഷെയറിൻ്റെ കാര്യം പറയരുത്, ഇതൊരു അപേക്ഷയാണെന്ന് പറഞ്ഞ് കണ്ണൻ്റെ മുന്നിൽ കൈ കൂപ്പി യാചിച്ചിട്ട് നമ്മുടെ ശിവൻ അവിടെ നിന്ന് അങ്ങ് പോവുക. അതും പറഞ്ഞ് ശിവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ പിന്നെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരുമുള്ള സംസാരം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ദേ നമ്മുടെ ശിവൻ നേരെ അഞ്ജുവിൻ്റെ അരികിലേക്ക് ചെന്നു, റൂമിലേക്ക്. അപ്പോൾ ശിവൻ വരാത്തത് കൊണ്ട് അഞ്ജു ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കയറി ചെന്നപ്പോൾ ശിവൻ എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ കണ്ണൻ്റെ അടുത്ത് വരെ പോയെന്ന് പറഞ്ഞു. എന്തു പറയാനാ, അവൻ്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ പറയണമെന്ന് മനസ്സിൽ തോന്നിയതൊന്നും പറയാനോ ചോദിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ശിവൻ. എങ്കിലും അവനെ കുടുംബം തകർക്കാൻ തമ്പി സാറിൻ്റെയോ ചിറ്റപ്പൻ്റെയോ എന്തെങ്കിലും പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളിൽ പെട്ട് പോകുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ശിവേട്ടന് തോന്നിയതുപോലെ ഒരു സംശയം എനിക്കും തോന്നിയതാണെന്ന് പറഞ്ഞു അന്നേരം അഞ്ജു. അപ്പോൾ അവനെന്താ അതിന് മറുപടി പറഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്നും അവനെ കയ്യിലെടുക്കാൻ തമ്പി സാറിനോ ഭദ്രൻ ചിറ്റപ്പനോ കഴിയില്ലെന്ന്. പിന്നെന്തിനാ അവൻ ഈ കുടുംബത്തിലുള്ളവരോടൊക്കെ ഇങ്ങനെ ശത്രുവിനോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നതെന്ന് ചോദിച്ചു അഞ്ജു. അവൻ്റെ മനസ്സിലിപ്പോൾ ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അവൻ തുടങ്ങാൻ ഉദ്ദേശിച്ച ആ കമ്പനി അത് തുടങ്ങണം, അതിനു വേണ്ടിയുള്ള പണം സ്വരൂപിക്കണം. അതുമാത്രമാണ് അവൻ്റെ ലക്ഷ്യം, മറ്റൊന്നും അവനൊരു പ്രശ്നമേ അല്ല. അവന് അതിലൂടെ വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്നുള്ളൊരു ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാ ശിവേട്ട, അവൻ്റെ മനസ്സിൽ നമ്മളിപ്പോൾ ജീവിതത്തെക്കുറിച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കാത്ത കുടുംബം, കൂട്ടായ്മ, ഇതൊക്കെയായിട്ട് ചീപ്പ് സെൻറ്റിമെൻസുമായിട്ട് നടക്കുന്ന പഴഞ്ചൻ ആൾക്കാരായിട്ട് തന്നെ അവൻ കാണുന്നത്. അതവൻ ഹരിയേട്ടനോട് ദുരഭിമാനമൊക്കെ കളഞ്ഞ് അമരാവതിയിൽ ചെന്ന് അപ്പുവിൻ്റെ അവകാശം ചോദിച്ചു വാങ്ങാനായിട്ട് അപ്പുവിനോട് പറഞ്ഞപ്പോൾ കേട്ടതേ ഞാനത് മനസ്സിലാക്കിയതാണെന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ടിപ്പോൾ ശിവൻ എന്താ അവനോട് പറഞ്ഞു എന്ന് ചോദിച്ചു. എത്രയും വേഗം അവൻ ആവശ്യപ്പെട്ട തുക ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ അവൻ അവകാശപ്പെട്ട പണം അത്രയും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു അന്നേരം അഞ്ജു. നോക്കാം, എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അഞ്ജു എന്ന് ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വലിയേണ്ണനും വലിയേടത്തെയും ഈ തറവാട് വിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരവസ്ഥ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് പോയി. ശിവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അഞ്ജു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവി രാവിലെ പൂജാമുറിയിലൊക്കെ കയറി അതെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കൊളുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിങ്ങനെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും അടുപ്പിലൊരു ഓരോന്ന് തിളയ്ക്കുന്നുണ്ട്. ദേവി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ദേവിയുടെ മൈൻഡൊക്കെ വേറെയാണ്, കാരണം മനസ്സ് മുഴുവനും ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്. അതും കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ നമ്മുടെ അപ്പു അടുക്കളയിലേക്ക് വന്നു. ആ അടുക്കളയിലേക്ക് വന്ന് ദേവി ഒന്ന് ചിരിച്ചു കാണിച്ചു. പക്ഷെ ദേവി ചിരിച്ചില്ല. ദേവി ഇങ്ങനെ തല തിരിഞ്ഞ് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അപ്പു അടുത്ത് വന്നിട്ട് ദേവേടത്തിൽ നിന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചു. എന്നൊരു മൂളൊക്കെ മാത്രം. ദേവേടത്തിക്ക് എന്താ പറ്റിയേ, എന്നോടുള്ള ദേഷ്യവും പരിഭവവും ഒക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ദേവി തിരിഞ്ഞു നിന്നിട്ട് അപ്പുവിനെ ഒന്ന് നോക്കി. ഞാൻ മരക്കട്ടയൊന്നും അല്ലല്ലോ, മനുഷ്യജന്മം തന്നെയല്ലേ എന്ന് ചോദിച്ചു ദേവി അന്നേരം. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോൾ പരിഭവവും ദേഷ്യവും ഒക്കെ തോന്നിയെന്ന് വരും. അപ്പം ഞാനും മരക്കട്ടയൊന്നും അല്ലെന്ന് അപ്പുവും പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും അതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം നോക്കാതെ തിരിച്ചും പ്രതികരിച്ചെന്നൊക്കെ വരുമെന്ന് അപ്പു. അതെൻ്റെ ഡാഡിയോട് പോലും അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെന്ന് ചോദിച്ചപ്പം അത്ര കടുത്ത രീതിയിൽ പ്രതികരിക്കാനും മാത്രം ഉള്ള എന്ത് തെറ്റാ ബാലേട്ടൻ ചെയ്തത്? സ്വന്തം അനിയനെ ശാസിക്കുകയും ഒന്ന് തല്ലുകയും ചെയ്തതാണോ നിനക്ക് തെറ്റായി തോന്നിയതെന്ന് ചോദിച്ചപ്പം അനിയന്മാരെ തല്ലിയെന്നൊക്കെ വരും, അത് ഞാനും സമ്മതിച്ചു തരുന്ന കാര്യമാണ്. പക്ഷേ അത് അനിയൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചാകുമ്പോൾ ആ ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് വരില്ല. സമ്മതിച്ചു. 15 വയസ്സു മുതൽ അപ്പോൾ അനിയന്മാരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരാളല്ലേ ബാലേട്ടൻ. അവരുടെ ഭാഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങൾ കണ്ടപ്പോൾ അതവൻ്റെ ഭാര്യ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെ തല്ലിപ്പോയി. അത് സത്യമായ കാര്യമാണ്. അത് സ്വന്തം രക്തമാണ് എന്നുള്ളൊരു നിലയ്ക്ക് ചെയ്തു പോയതാണെന്ന് പറഞ്ഞു നമ്മുടെ ദേവി. നീ ദേവൂട്ടിയെ ആരാ നിൽക്കുന്നതെന്നും നോക്കാതെ വഴക്ക് പറയുകയും തല്ലുകയും പിച്ചുകയും ഒക്കെ ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു ദേവി. എന്തുകൊണ്ടത്? അത് നിന്റെ ചോരയാണെന്നുള്ളത് കൊണ്ടല്ലേ, അവൾ നിന്റെ മകളാണെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ സ്വന്തം മകനാണെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ബാലേട്ടൻ ഹരിയെ തല്ലിപ്പോയത്. പക്ഷേ അതിന് നീ ബാലേട്ടനോട് പ്രതികരിച്ചത് ഏതോ വഴിപോക്കനാണ് ഹരിയെ തല്ലിയത് എന്നുള്ള മട്ടിലല്ലേ എന്ന് ചോദിച്ചു ദേവി. അപ്പോൾ അപ്പു ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണേ. അത് കേട്ടതോടെ ബാലേട്ടൻ ആകെ തകർന്നു പോയെന്നുള്ള കാര്യവും നമ്മുടെ ദേവി അങ്ങ് പറഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്നും പറഞ്ഞു വല്ലാണ്ട് ആ മനുഷ്യൻ വിഷമിക്കുന്നത് ഞാൻ കണ്ടുവെന്നും പറഞ്ഞു. ഹരിയോടും നിന്നോടും മാപ്പ് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ നിങ്ങളുടെ മുറിയിലേക്ക് ബാലേട്ടൻ പോകുന്നത്. ആ സമയം വാതിൽ തുറന്നിറങ്ങി വന്ന നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാൻ റൂമിൻ്റെ മുന്നിൽ പതുങ്ങി നിന്നു എന്നുള്ള മട്ടിൽ എത്ര മോശമായിട്ടാണ് ബാലേട്ടനോട് സംസാരിച്ചതെന്ന് ദേവി ചോദിച്ചു. ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ അനിയന്മാരുടെ ബെഡ്റൂമിന് മുന്നിൽ
മുന്നിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കാതോർത്ത് നിൽക്കുന്ന ഒരു ഏട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളാണ് ബാലേട്ടനെന്ന് എന്നെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അപ്പു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ ഞാനും ഹരിയും തമ്മിൽ വഴക്കിട്ട് വാതിൽ തുറന്നപ്പോൾ ബാലേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഞാനതിന് ആ രീതിയിൽ പ്രതികരിച്ചു. എനിക്ക് മാത്രമല്ല ഹരിക്കും തോന്നി. ഹരിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയില്ല അപ്പു, തോന്നുകയില്ല. നീ അത്തരത്തിൽ സംസാരിച്ചപ്പോൾ അവനും അങ്ങനെ സംശയിച്ചു പോയെന്ന് മാത്രം. ദേവടുത്ത് ഇത്രയും സംസാരിച്ചത് ബാലേട്ടനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അതെ, ബാലേട്ടനോട് ഇത്രയും മോശമായിട്ട് ആര് പ്രതികരിച്ചാലും എനിക്ക് നോവും. അതുപോലെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മുന്നിൽ വെച്ച് ബാലേട്ടൻ തല്ലിയപ്പോൾ എനിക്കും നൊന്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനും പ്രതികരിച്ചതെന്ന് അപ്പവും പറഞ്ഞു. അതും പറഞ്ഞൊരു അന്യയെപ്പോലെ അപ്പു അങ്ങ് പോയി. ദേവി ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ച് നിൽക്കുക. അപ്പം എൻ്റെ കൃഷ്ണ, ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കും തോറും ഈ കുടുംബം കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് മനസ്സിൽ ദേവി അടുക്കളയിൽ നിന്ന് നേരം പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവൻ്റെ കടയാണ്. ശിവൻ്റെ കടയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അങ്ങനെ കടയിൽ നല്ല തിരക്ക്, കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആ ഒരു ഇവർ കേറ്ററിംഗ് നടത്തിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മീൻ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്നപ്പോൾ ചായ എടുക്കാമെന്നൊക്കെ അവിടെ തിക്ക പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. അപ്പം അന്നേരം ശിവനും അദ്ദേഹത്തിനോട് വളരെ കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ശിവ, ഈ കെട്ടിടം എത്ര സ്ക്വയർ ഫീറ്റ് കാണുമെന്ന്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അല്ല, മോളത്തെ നിലയിൽ എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എ സിയും ഫാൻ മുറിയാണെന്ന് പറഞ്ഞപ്പോൾ എ സി മുറിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ശിവൻ. അല്ല, വെറും മുതലാളിയല്ല ശിവ, മാർത്താണ്ഡ മുതലാളിയാ കേട്ടോ. ഉണ്ട് മാർത്താണ്ഡ മുതലാളി, എന്നാലേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അദ്ദേഹം അകത്തേക്കൊക്കെ കയറി പോകണം. എന്നിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടു. മൊത്തത്തിലൊക്കെ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും കൺമണിക്ക് ആകെ പേടിയും ടെൻഷനുമായി. സുലൈമാനിക്ക, ഈ മുതലാളിയും കൂട്ടി എന്തിനാ മുകളിലോട്ട് കയറിപ്പോയത്? അങ്ങനെയൊക്കെ മൊത്തം എന്തിനാ കാണിക്കുന്നത്? കട വിൽക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വിൽക്കാനൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ലോണോ മറ്റോ കാര്യങ്ങൾ എടുക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യൂട്യൂബറെ പണയം വെക്കാൻ പോകുന്നെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഇവരിതെല്ലാം കണ്ടും കേട്ടും ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്നു. അങ്ങനെ കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ അന്നത്തിനുള്ള വഴി പോലും നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശിവൻ തയ്യാറാകുക. അങ്ങനെ കണ്ണൻ്റെ ആവശ്യം നടത്താൻ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപയെങ്കിലും തരണമെന്ന് പറഞ്ഞു ശിവൻ ആ ചേട്ടനോട്. അപ്പോൾ മാർത്താണ്ഡ മുതലാളിക്ക് കാശൊരു പ്രശ്നമല്ല ശിവ, പക്ഷേ 15 പ്രതീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ ഞാൻ മാർത്താണ്ഡ മുതലാളി പറഞ്ഞല്ലേന്ന് ചോദിച്ചപ്പം അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ 5 തരാമെന്ന് പറഞ്ഞത്. എനിക്ക് വിൽക്കണമെന്നൊന്നും അല്ലല്ലോ, പണയത്തിനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഒഴിവൊന്നും പറയല്ലേ മാർത്താണ്ഡ മുതലാളി, എനിക്ക് ആ തുക കിട്ടിയേ പറ്റൂ. അപ്പം ശരി, വൈകിട്ട് എൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറഞ്ഞു. മോളുടെ കല്യാണത്തിന് നല്ല സൂപ്പർ സദ്യ വിളമ്പി എൻ്റെ എതിരാളികളായ കോൺട്രാക്ടർ വേലായുധൻ പിള്ളയുടെ കണ്ണ് തള്ളിച്ചവനാണ് കേട്ടോ നീ. നിന്നെ ഞാൻ കൈവിടത്തില്ല, നീ പറഞ്ഞ പൈസ ഞാൻ തരാം എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോവുക. അങ്ങനെ ആ ശിവൻ്റെ ആ ഒരു ഊട്ടുപേരെ പണയം വെച്ചുകൊണ്ട് ശിവൻ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ബാക്കിയുള്ളവർ, അതായത് കൺമണിയൊക്കെ ചോദിച്ചു, ഇതൊക്കെ വേണോ, ഇതൊക്കെ ശരിയാവുമെന്ന്. അപ്പോൾ ശിവൻ സാറേ, കൺമണി പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പോൾ ആരുടെയും ബാധ്യതയൊന്നും എടുത്ത് തലയിലേക്ക് വെക്കണോ? പിന്നെ പടച്ച തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് നല്ല രീതിയിൽ പോവല്ലേ നമ്മുടെ കട, അത് നശിപ്പിച്ച് കളയണോ എന്നൊക്കെ ചോദിച്ചു. ഡെയിലി 5000 രൂപ വെച്ച് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബാധ്യതയാവില്ലെന്ന് ചോദിച്ചപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സുലൈമാനിക്കാന്ന് പറഞ്ഞു ശിവൻ. ഞങ്ങളുടെ സാന്ത്വനം കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ബാധ്യതയാണിതെന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ നോക്കി നിന്ന് തൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ ശിവൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത ആ ഒരു വാക്കു പാലിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്